നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറെ പ്രതീക്ഷയോടെ ഞാൻ നോക്കിക്കാണുന്നൊരു വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. കാരണം പിണറായിയുടെ കാലത്ത് രണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിമാരും രണ്ട് തരത്തിൽ പ്രശ്നക്കാരായിരുന്നു. ആദ്യത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇമേജ് ബിൽഡിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. അവാർഡുകൾ നേടുക, ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധി ഉണ്ടാവുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതവർ സാധിക്കാൻ കാരണം അവരുടെ പെരുമാറ്റത്തിലെ ലാളിത്യമായിരുന്നു. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരിൽ നമ്മൾ കാണുന്ന ധാർഷ്ട്യം അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു. എന്നാൽ രണ്ട് ആരോഗ്യമന്ത്രിമാരും ആരോഗ്യരംഗത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള അഭിമാനം നഷ്ടപ്പെട്ടു പോകും. ലോകത്തുള്ള സകല വൈറസ് രോഗങ്ങളും ആദ്യം എത്തുന്ന ഇവിടെയാണ്. അതിപ്പോൾ എന്തുമാവട്ടെ, നിപ്പയോ കോവിഡ് എന്തുമാവട്ടെ, ഇങ്ങോട്ടെത്തും. എബോള പോലും എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ മാറ്റം വരുത്തണം ഒരു വശത്ത്. രണ്ടാമത്തെ പ്രാധാന്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നത് രോഗമാണ്. നമുക്ക് തൽക്കാലം എങ്ങനെയെങ്കിലും ഒക്കെ വാടക കൊടുത്തോ അല്ലെങ്കിൽ ലോൺ അടച്ചോ ഒക്കെ ജീവിക്കാൻ ഒരു വീട്, കഴിക്കാൻ ഭക്ഷണം, വസ്ത്രം, കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാം. പക്ഷെ അടിമുടി തെറ്റുന്നത് രോഗം വരുമ്പോഴാണ്. അത് നമ്മൾ കരുതുന്നതല്ല, അതിൻ്റെ ചെലവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ സാധാരണ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ സർക്കാർ മേഖലയിലെ ആശുപത്രികൾ നന്നായി പ്രവർത്തിക്കണം. ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടാവണം, ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അവർ അവിടെ ചെന്നാൽ അവർക്ക് പരിഹാരം ഉണ്ടാവണം, മരുന്ന് കിട്ടണം, ലാബ് പരിശോധനകൾ നടക്കണം. ഇതൊന്നും നടക്കുന്നില്ല. തള്ളിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല. ഈ ആശുപത്രി സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ കയറി ആശുപത്രി കട്ടുമുടിക്കുകയാണ്. അങ്ങനെ 10 വർഷം കൊണ്ട് പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ ആശ്രയ സ്ഥാപനം ഇല്ലാതാകുന്നത് ഒഴിവാക്കാൻ കഴിവുള്ള ഒരു മന്ത്രി വരണേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് കെ മുരളീധരൻ മന്ത്രിയായത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുരളീധരൻ ആ കസേരയിൽ ഇരുന്നപ്പോൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം, ആരോഗ്യ മേഖലയെക്കുറിച്ച് ഏറ്റവും ജ്ഞാനമുള്ള, അഴിമതി ലെവലേശം തൊട്ടു തീണ്ടാത്ത, രാത്രിയും പകലുമൊക്കെ പണിയെടുക്കുന്ന ഒരു സർക്കാർ ഡോക്ടറെ പിടിച്ച് തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. ഡോക്ടർ സുനിൽ ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആരോഗ്യമന്ത്രിക്കൊപ്പം നിന്ന് സകല കാര്യങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ കൂടെ ഒരാൾ ഒരു ഉന്നത പദവിയിൽ എത്തുമ്പോൾ നമുക്ക് സാധാരണ സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മീഡിയ ഓഫീസർ റോയി മാത്യു. ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ പദവിയിലെത്തുമ്പോൾ. പക്ഷേ ഡോക്ടർ സുനിലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സുനിലിനെ അവിടുന്ന് പുകച്ചു പുറത്ത് ചാടിക്കാൻ ഏറ്റവും അധികം ഓവർ ടൈം പണിയെടുക്കുന്നത് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ്. അതായത് സുനിലിന്റെ പഴയ സഹപ്രവർത്തകരാണ്. സുനിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. സുനിലിനേക്കാൾ സീനിയറായും ജൂനിയറായും നിരവധി ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ ഇപ്പോൾ ഒരു ഗൂഢാലോചന നടത്തുന്നു. ഡോക്ടർ സുനിലിനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കണം. കാരണം മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമല്ല. പലപ്പോഴും മന്ത്രിമാരുടെ അടുത്ത് ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചാണ് എല്ലാം കുളമാക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണെന്ന് കരുതും. എന്നാൽ ഡോക്ടർ സുനിൽ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഉഡായിപ്പും ഈ ഡോക്ടർമാർക്ക് സാധിച്ചെടുക്കാൻ കഴിയില്ല. നല്ല ശമ്പളം വാങ്ങി ഇവരിൽ മിക്കവരും സർക്കാർ ഡോക്ടർമാരെ ഞെളിഞ്ഞിരുന്ന് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല. എങ്ങനെ പണിയെടുക്കാതിരിക്കാം എന്നതാണ് ഇവരുടെ ആലോചന. പിന്നെ ഇവർ പ്രൈവറ്റ് പ്രാക്ടീസിനുമായി പണമുണ്ടാക്കും. മെഡിക്കൽ കോളേജിലെയും മറ്റും ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസിന് കൂടുതൽ ഡിമാൻഡുണ്ട്. കാരണം കൂടുതൽ കഴിവുള്ള ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലാണ് എന്നൊരു വിശ്വാസം ജനത്തിനുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. കഴിവുള്ളവർ കൂടുതലും മെഡിക്കൽ കോളേജിലാണ്. ഇവർക്കൊരു സംഘടനയുണ്ട്, കേരള ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ. ഈ സംഘടനയിലാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡോക്ടർമാരും, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് വേറെ സംഘടനയാണ്. ഇവിടെ INTC-യും AITC ഒന്നുമില്ല, ഒരു സംഘടനയേ ഉള്ളൂ. പക്ഷേ ഈ സംഘടന ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആണ്. അത് അങ്ങനെ ഒരു സംഭവം. മാധ്യമ പ്രവർത്തകർക്ക് ഒരു സംഘടനയുണ്ട്, കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതും ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആണ്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, പണിയെടുക്കാൻ മടിയുള്ളവരാണ് ഇവരിൽ മിക്ക നേതാക്കന്മാരും. അവർക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ചികിത്സാ പിഴവ് പതിവാണ്. ഈ ചികിത്സാ പിഴവൊക്കെ സംഭവിക്കുമ്പോൾ അന്വേഷണമൊക്കെ പേരിന് വേണ്ടി നടത്തി ഇവരെല്ലാം കൂടി ഊരിയെടുക്കുന്നതാണ് പതിവ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ചികിത്സാ പിഴവിനെ കുറിച്ച് കൃത്യം അന്വേഷണം നടക്കുന്നുണ്ട്. പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയുണ്ട്. ഇതൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല. പല സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ട്. അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തു, അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതൊന്നും ഈ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് സുഖിക്കുന്നില്ല. ഇവർ നേരിട്ട് വന്ന് സുനിലിനെ കാണുന്നു, ഇതൊക്കെ ഒഴിവാക്കി തരണമെന്ന് പറയുന്നു. സുനിൽ വിസമ്മതിക്കുന്നു, മന്ത്രിയും വിസമ്മതിക്കുന്നു. എന്ന് മാത്രമല്ല, മന്ത്രി മുരളീധരനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഡോക്ടർ സുനിൽ പല ഇടപെടലും നടത്തുന്നുണ്ട്. മന്ത്രിക്ക് വളരെ ഇഷ്ടമാണ് സുനിലിനെ.
സുനില് നന്നായി പോകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് സുനിൽ പറയുന്ന ആശയങ്ങൾ മന്ത്രി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കണം. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ പലരും മനസ്സിലാക്കുന്നില്ല. വലിയ കൊടുങ്കാറ്റാണ്. വെറും വാചകമടി മാത്രമല്ല, ആശുപത്രിയിൽ ക്യൂ സമ്പ്രദായം അടിമുടി അഴിച്ചു പണിതു. മെഡിക്കൽ കോളേജുകളിൽ തറയിൽ കിടക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. കോഴിക്കോട് ഒഴികെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലും എല്ലാം ശരിയാക്കി. പലർക്കും അത്ഭുതമാണ് അതെങ്ങനെയാണെന്ന്. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരിടത്ത് രോഗികൾ കൂടുതലാവും, അവിടെ കുറെ രോഗികൾ നിലത്ത് കിടക്കേണ്ടി വരും. എന്നാൽ ചിലയിടത്ത് ചില വാർഡുകളിൽ രോഗികളെ കാണില്ല. എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ഡോക്ടർമാർ. അവിടെ കുറച്ചു പേർ ചുമ്മാ ഇരിക്കും, ഇവിടെ കുറച്ചു പേർക്ക് അധിക പണി. ഇതെല്ലാം അഴിച്ചു പണിതു. രോഗികൾ എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ട് രോഗികളെ മാറ്റും, ആ വാർഡിലേക്ക് ഈ വാർഡിലെ രോഗികളെ മാറ്റും. ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവേണ്ട സാഹചര്യമുണ്ട്. ഇതൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല. അതുപോലെ പലയിടങ്ങളിലും ആശുപത്രിയിൽ വെറുതെ കിടക്കുന്ന ബിൽഡിങ്ങുകളിൽ പുതിയ വാർഡ് ഉണ്ടാക്കുന്നു. മറ്റു ചില ആശുപത്രികൾ ഈ മെഡിക്കൽ കോളേജുകളുടെ ഭാഗമാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു കോർ സിസ്റ്റം ഉണ്ടാക്കി രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്ത് ഡോക്ടർമാർക്ക് പണി എപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നവർക്ക് പറ്റില്ല. ഇവർ വിയോജിക്കുന്നു. ഇവർക്ക് പണിയെടുക്കാൻ വയ്യ. ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം കൂടുന്നു. രാവിലെ 8 മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ പോകാവുന്ന അവസ്ഥയിലാണ് ഡോക്ടർമാരുടെ ജോലി ഇതുവരെ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിയിരിക്കുന്ന ഷിഫ്റ്റ് ഇരിക്കില്ല, രാത്രിയിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ജനറൽ ആശുപത്രികൾ എടുക്കുക. ജനറൽ ആശുപത്രികൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് സമാനമായ സൗകര്യമുള്ള ആശുപത്രികളാണ്. എന്നാൽ ഈ ജനറൽ ആശുപത്രികളെല്ലാം ഉച്ചയാവുമ്പോൾ എല്ലാ സംവിധാനങ്ങളും അടച്ചുപൂട്ടും. പിന്നെ പേരിന് മാത്രം 1-2 ജൂനിയർ ഡോക്ടർമാർ കാണും. മന്ത്രി മുരളീധരൻ ഒരു തീരുമാനമെടുക്കുന്നു. എല്ലാ ജില്ലയിലും ഒരാശുപത്രി, ജനറൽ ആശുപത്രി എങ്കിൽ ജനറൽ ആശുപത്രി, അല്ലെങ്കിൽ സമാനമായ ഒരു ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തിക്കണം. 24 മണിക്കൂറും എല്ലാ സൗകര്യവും ഉണ്ടാവണം. വിസമ്മതിക്കുകയാണ്. ഒരു കാരണവശാലും ജോലി ചെയ്യില്ല. യൂണിയൻ എതിർക്കുന്നു. ഞങ്ങൾക്ക് പറ്റില്ല. ഒരേ ഷിഫ്റ്റിൽ തന്നെ 4-5 ഡോക്ടർമാരുണ്ടാവും, പണി ഉണ്ടാവില്ല. എന്നിട്ട് ഇവരെ ഷിഫ്റ്റ് ഒന്ന് മാറ്റിയിടാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇതിനോട് വിയോജിച്ചുകൊണ്ട് ഇവർ വഴക്കുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. ഉദാഹരണത്തിന് പുനലൂർ ഒരു ആശുപത്രി, നല്ല ആശുപത്രി, നേരത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതിനെ കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടുത്തെ DMO വിസമ്മതിക്കുന്നു. പറ്റില്ല. സംഘടനയുടെ നേതാവാണ്, പറ്റില്ല എന്ന് പറയുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയും അങ്ങനെ തന്നെ ആക്കാൻ തീരുമാനിക്കുന്നു. പറ്റില്ല എന്ന് പറയുന്നു. തുടർന്ന് എന്ത് ചെയ്തു? പണിയെടുക്കാൻ താല്പര്യമുള്ള ആരോഗ്യവകുപ്പിലെ ഒരു അഡീഷണൽ ഡയറക്ടറെ ഈ 24 മണിക്കൂർ വീതം എല്ലാ ജില്ലയിലും ഏതെങ്കിലും ഒരു ആശുപത്രിയെങ്കിലും ഉയർത്താനുള്ള ചുമതല ഏൽപ്പിക്കുന്നു. ഡോക്ടർ ഷിനു എന്നാണ് പേര്. ഡോക്ടർ ഷിനു ഹാർഡ് വർക്ക് ചെയ്യുന്നു. എല്ലായിടത്തും അദ്ദേഹം കർശനമായ നിലപാടെടുക്കുന്നു. ഈ ആശുപത്രികൾ പലതും നിലവിൽ വരുന്നു. ഇവിടെ രോഗികൾക്ക് കൂടുതൽ സൗകര്യമൊരുങ്ങുന്നു. ഇതിവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. പണിയെടുക്കാൻ ഇവർക്ക് മടിയാണ്. ഇതിനിടെയാണ് തിരുവനന്തപുരത്ത് ഐരാണിമുട്ടത്തെ ഒരു ആശുപത്രി, കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രിയാണ്. 4 ഡോക്ടർമാർ ആരോഗ്യവകുപ്പിന്റെ ഉണ്ട്. കോർപ്പറേഷൻ 3 ഡോക്ടർമാരെ കൊടുത്തിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ ഒരു ദിവസം ഡോക്ടർ സുനിൽ ചെല്ലുന്നു. സുനിലിന്റെ ഒരു പണി എന്ന് പറയുന്നത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിലും ഇടയ്ക്കിടെ സന്ദർശിക്കാൻ പോകും. ആശുപത്രികൾ, ജില്ലയിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും പോകും. അവിടെ ചെന്ന് ഇടപെടാനോ ഉത്തരവിടാനൊന്നും ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ല എന്ന് സത്യമാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നുമില്ല. എന്നാൽ ആശുപത്രിയിൽ പോയി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, തിരിച്ചു പോരും. എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് വിശദീകരണം തേടും. പ്രൈവറ്റ് സെക്രട്ടറിക്ക് അതിൽ അവകാശമുണ്ട്. ഈ ഐരാണിമുട്ടത്ത് രാവിലെ 8 മണി മുതൽ 2 മണി വരെയാണ് അവിടെ 4 ഡോക്ടർമാർ പ്രവർത്തിക്കേണ്ടത്. അവരത് 9 മുതൽ 2 മണി വരെ ആക്കി മാറ്റി, സ്വന്തം ഇഷ്ടപ്രകാരം. കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെയാണ്. ഡോക്ടർ 9 മണിക്ക് അവിടെ ചെല്ലുന്നു, ആരുമില്ല. 9:30 ആയപ്പോൾ ഒരാൾ വന്നു. 10 മണി ആയപ്പോഴും മറ്റാരും വന്നില്ല. ഈ ഡോക്ടർ സുനിൽ തിരിച്ചു വന്നു. മന്ത്രിയെ വിവരമറിയിച്ചു. മന്ത്രി വിശദീകരണം തേടി. ഓർക്കണം, 7 ഡോക്ടർമാർക്ക് കുറഞ്ഞത് 14 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന ആശുപത്രിയാണ്. അവിടെ അതിനുള്ള രോഗികളില്ല. അതുകൊണ്ട് അവർ അവരുടെ ഇഷ്ടത്തിന് വന്നുകൊണ്ടിരിക്കും. ഇതോടെ ഇവരുടെ കുരു പൊട്ടി. ഇത്തരത്തിൽ പല പരിഷ്കാരങ്ങളും മന്ത്രി വരുത്തുന്നത് കണ്ടതോടെ ഈ ഡോക്ടർ സുനിലിനെതിരെ ഐരാണിമുട്ടത്തെ ഒരു വനിതാ ഡോക്ടർ പരാതി കൊടുക്കുകയാണ്. അപമര്യാദയായി പെരുമാറി എന്നാണ് വാർത്ത. നോക്കുക, സമയത്ത് വരാതിരുന്നതിന്റെ വിശദാംശങ്ങൾ മന്ത്രിയെ അറിയിച്ച മന്ത്രി വിശദീകരണം തേടിയപ്പോൾ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് ഈ ഡോക്ടേഴ്സ് യൂണിയൻ ഒരു ഇൻഡാസ് ഇറക്കിയിരിക്കുന്നു. ആ പ്രസ്താവനയിൽ അവരിങ്ങനെ പറയുന്നു. അതെല്ലാം മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതിലിങ്ങനെ പറയുന്നു: വനിതാ ഡോക്ടറെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി ആരോഗ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ KGMOA. ആരോഗ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയുടെ അധികാര പരിധി ലംഘിച്ചുള്ള ഇടപെടൽ അംഗീകരിക്കാനാവില്ലെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. മന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി തിരുവനന്തപുരം വിവിധ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പരിശോധന എന്ന പേരിൽ സന്ദർശനം നടത്തുകയും അവിടെയുള്ള ഡോക്ടർമാരോടും മറ്റ് ആരോഗ്യ പ്രവർത്തകരോടും അപമര്യാദയെ പെരുമാറുകയും ചെയ്യുന്ന സംഭവത്തിൽ വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം നടപടികൾ ശക്തമായി പ്രതിഷേധമുണ്ടെന്ന് KGMA ഭാരവാഹി അറിയിച്ചു. ആരോഗ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക പരിശോധന നടത്താനോ അവിടുത്തെ ഭരണപര സംവിധാനം ഇടപെടാനോ നിയമപരമായ അധികാരമില്ല. പരിശോധനയുടെ പേരിൽ സ്ഥാപനങ്ങളെത്തി വിശദീകരണം ആവശ്യപ്പെടുകയും സീനിയർ സിവിൽ സർജനെ വനിതാ ഡോക്ടറെ അപമാനിക്കുന്നതിന് പെരുമാറുകയും ചെയ്യുന്നത് അധികാരപരിധിയുടെ ലംഘനമാണ്. ഇതാണ് ഒരു പരാതി. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒരാളോടും അദ്ദേഹം ഒന്നും ചോദിച്ചിട്ടില്ല. പോയി കാണുന്നു, തിരിച്ചു വരുന്നു.
ഇത് തിരിച്ചു വന്ന് അവിടുത്തെ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്ത് മന്ത്രി വിശദീകരണം തേടുന്നു, ഔദ്യോഗിക നടപടികളിലേക്ക് കടക്കുന്നു. ഇതിന്റെ കലിപ്പ് തീർക്കാനാണ് ആരോഗ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി ഏതോ സ്ത്രീയെ അപമാനിച്ചു എന്ന തരത്തിൽ വാർത്ത പുറത്തുവിടുന്നത്. പണിയെടുക്കാൻ വയ്യാത്ത കുഴിത്തുരുമ്പുകൾ ഇപ്പോൾ പണി കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ മന്ത്രി മുരളീധരന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുനിലിന്റെ മേൽനോട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ ഈ കുഴിത്തിരുമ്പുകളുടെ ലക്ഷ്യം എന്താണെന്ന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരക്കമറ്റൻ പുലയനാർ കോട്ടയിൽ 200 ബെഡ് ഒരുക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് 150 ബെഡ് അധികമായി ഒഴിഞ്ഞുകിടന്ന സ്ഥലത്തേക്ക് ഒതുക്കി. ആലപ്പുഴയിലും ഏകദേശം അത്രയും സീറ്റ് ഒരുക്കി. തൃശൂർ മെഡിക്കൽ കോളേജിൽ 150 അധിക ബെഡ് ഒരുക്കി. മാത്രമല്ല ഗ്രാമീണ മേഖലകളിലേക്ക് ഡോക്ടർമാരെ എത്തിക്കാൻ വേണ്ടി അങ്ങനെയുള്ള അതീവ ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്ത ഡോക്ടർമാർക്ക് 30% അധിക ശമ്പളം കൊടുക്കാൻ സർക്കാർ ഒരു പ്രപ്പോസൽ കൊടുത്തു. അതിൽ അംഗീകാരമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്തത് ഏതാണ്ട് 10-30,000 ജീവനക്കാർ ആശുപത്രി വികസന സമിതിയുടെ മറ്റും പേരിൽ കഴിഞ്ഞ കുറെ കാലമായി കയറി കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ ചെറിയ ശമ്പളം വാങ്ങുന്നവരാ, പല രാഷ്ട്രീയക്കാരുടെയും താല്പര്യത്തിൽ കയറിയവരാ. പക്ഷേ അവരാണ് ആശുപത്രി മുമ്പോട്ട് നടത്താനുള്ള നട്ടല്ലേ. അവർക്ക് 10,000-12,000 രൂപ ശമ്പളമേ ഉള്ളൂ. അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അവർക്കെല്ലാം ESI ഏർപ്പെടുത്തി. അതുകൊണ്ട് അവരുടെ പിന്തുണയുണ്ട് ഈ പരിഷ്കാരത്തിന് അവർ കൂടെ നിൽക്കുന്നു. പലപ്പോഴും ഈ ഡോക്ടർമാരും യൂണിയൻകാരും സാധാരണ ജീവനക്കാരെ ഇറക്കി വിട്ടായിരുന്നു കുഴപ്പമുണ്ടാക്കിയിരുന്നത്. ഇവർക്കെല്ലാം ESI ഏർപ്പെടുത്തി അവരുടെ കുടുംബത്തിന് ചികിത്സ ഉറപ്പാക്കിയതോടെ അവരുടെ പിന്തുണയുണ്ട് മാറ്റത്തിന്. അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. 2 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ വ്യക്തമായ തരത്തിൽ പരിഷ്കാരങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ആളുകൾക്ക് ചെന്നാൽ ചികിത്സ വേഗത്തിൽ കിട്ടും, മരുന്ന് കിട്ടും എന്ന സാഹചര്യം ഉണ്ടായി. ആശുപത്രിയിൽ ബെഡ് ഉണ്ടാക്കി. ഡോക്ടർമാർക്ക് പണിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായതോടെ കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവരാണ് ഡോക്ടർ സുനിലിനെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാൻ ഈ കള്ളപ്പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രി മുരളീധരൻ ഈ കെണിയിൽ വീണു പോവരുത്. ഈ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് തുടരണം. പാവപ്പെട്ട മനുഷ്യർക്ക് ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞാൽ ബാക്കി എന്തെല്ലാം വിവാദമുണ്ടെങ്കിലും ഈ സർക്കാരിനെ ജനം നെഞ്ചോട് ചേർത്ത് നിർത്തും എന്ന് മറക്കരുത്.